ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആശ. നമ്മുടെ മനസ്സിനെ ശാശ്വതമായ സമാധാനവും സന്തോഷവും ശാന്തതയും നിലനിർത്താൻ നമുക്ക് സാധിക്കുമോ? ഒന്നും നേടിയെടുക്കാതെ? തീർച്ചയായിട്ടും സാധിക്കും. അതിനൊരു സംശയവും വേണ്ട. ഒന്നും നേടിയെടുക്കാതെയുള്ള ശാശ്വതമായ സന്തോഷമാണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മൾ അതിനായുള്ള പ്രാക്ടീസുകൾ ചെയ്യുക, ചിന്താഗതികൾ മാറ്റുക. ഇതിലൂടെയൊക്കെ നമുക്കൊരു പുതിയ വ്യക്തിയായിട്ട് മാറിക്കൊണ്ട് ഈ ഭൂമിയിലെ ജീവിതം സന്തോഷമായിട്ട് ആസ്വദിക്കാനും സാധിക്കും. പക്ഷെ ആരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അങ്ങനെയൊന്നും ആർക്കും ജീവിക്കാൻ പറ്റില്ല എന്ന് വിധി എഴുതി എൻ്റെ ജീവിതം ഇങ്ങനെയാണെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നത്. അതല്ല, ഒന്നും നേടിയെടുക്കാതെ തന്നെ നമ്മുടെ മനസ്സിനെ ശാന്തതയോടും സന്തോഷത്തോടും കൂടി നിലനിർത്താൻ നമുക്ക് സാധിക്കും. ആ ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ മറ്റൊരു അത്ഭുതം കൂടെ നമ്മുടെ ജീവിതത്തിൽ നടക്കും. നമ്മൾ പിന്നീട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ കുറേ കൂടെ വേഗത്തിലും എളുപ്പത്തിലും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന അത്ഭുതവും നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, എന്തുകൊണ്ടാണ് മനസ്സൊരിക്കലും സ്വസ്ഥവും ശാന്തവുമാകാത്തത്? പഴയ ജീവിതാനുഭവങ്ങൾ നമ്മളെ വേട്ടയാടുന്നത് കൊണ്ടും ഇനി എന്ത് എന്നുള്ള ചോദ്യം നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത് കൊണ്ടുമാണ് മനസ്സൊരിക്കലും ശാന്തമാകാത്തത്. മാത്രമല്ല, ഒരുപാട് വേദനകൾ ഉള്ളിൽ എന്താണ് അമർത്തി വച്ച് അതിൻ്റെ മേലിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് പലരും. പക്ഷെ അത് നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. എപ്പോഴെങ്കിലും ഒന്ന് നമ്മുടെ നെഗറ്റീവ് സാഹചര്യം വന്നു പോയാൽ ഈ പഴയതും വരാൻ പോകുന്നതും ഉള്ളിൽ അടക്കി വെച്ചിരിക്കുന്നതും ഒക്കെ ഒരു തിരമാല പോലെ ഇങ്ങനെ നമ്മളെ മൊത്തത്തിലങ്ങ് വിഴുങ്ങും. അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പക്ഷെ അതിനൊരു മാർഗ്ഗമുണ്ട്. ഇതെല്ലാം നമ്മൾ ഇറക്കി വെക്കുക, എവിടെയെങ്കിലും മനസ്സ് തുറന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ എഴുതി കത്തിച്ച് കളയുക. ഇങ്ങനെ പല മാർഗങ്ങളിലൂടെ നമ്മുടെ മനസ്സിനെ ശാന്തവും സ്വസ്ഥവുമാക്കിയതിന് ശേഷം നമ്മുടെ മനോഹരമായ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ ആകുന്ന ആ വിത്തുകൾ നമ്മുടെ മനസ്സിൽ പാകി മുളപ്പിക്കാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. വളരെ മനോഹരമാണ് ഈ ഭൂമിയിലെ ജീവിതം. എല്ലാവരും എല്ലാ സ്വപ്നങ്ങളും നേടിയെടുക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനുള്ള എല്ലാ കഴിവും നമുക്ക് ഈശ്വരൻ തന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ അതിനൊന്നുമല്ല സമയം കണ്ടെത്തുന്നത്. നമ്മുടെ ജീവിതത്തിൽ പാസ്റ്റിൽ ആരോ വേദനിപ്പിച്ച ഒരു വാക്ക്, അല്ലെങ്കിൽ ആരോ ഒരു വ്യക്തി, അല്ലെങ്കിൽ നമ്മൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നുണ്ടാകുന്ന ഒരു കുഞ്ഞ് നെഗറ്റീവ് അനുഭവം മതി. അത് തന്നെ നമുക്ക് 24 മണിക്കൂർ ചിന്തിക്കാൻ ധാരാളമാണ്. ഈ ഒരു സ്വഭാവമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ നമുക്ക് സാധിക്കും. നമ്മൾ പ്രാക്ടീസുകളിലേക്ക് വരെ എന്താണ് എൻ്റെ ലൈഫ് പർപ്പസ് എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പം നമ്മൾ നല്ലൊരു മനസ്സിനുടമയായിട്ട് വരിക, ഗ്രാറ്റിറ്റ്യൂഡുള്ളൊരു മനസ്സ്, എല്ലാവരോടും ക്ഷമിച്ച് പുറത്ത് ആ ഒരു പഴയ ഓർമ്മകളെയൊക്കെ കളയുക. മനസ്സിനോട് ചോദിക്കുക, എനിക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അങ്ങനെ അടുക്കും ചിട്ടയുമുള്ളൊരു ജീവിത രീതിയും ചിന്തയും നമ്മളിലേക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സ് യാതൊരു കാരണമില്ലെങ്കിൽ പോലും എപ്പോഴും ഇങ്ങനെ സന്തോഷിച്ച് അല്ലെങ്കിൽ സമാധാനിച്ച് നിൽക്കുന്നൊരു അത്ഭുതം നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇതിലൊരു പരിഹാസ്യത തോന്നിയേക്കാം. പക്ഷേ ഇത് സത്യമായ കാര്യമാണ്. ഓക്കെ, ഇത് പ്രാക്ടീസ് ചെയ്ത് നേടിയെടുത്തവർക്കറിയാം ഇത് എത്രത്തോളം സത്യമാണെന്നുള്ളത്. ഈ ഭൂമിയിലെ ജീവിതത്തെ ഇത്രയും വലുതായിട്ടെടുത്ത് തലയിൽ വെക്കേണ്ട ആവശ്യമില്ല. എല്ലാം നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. വിജയം നേടിയെടുക്കാൻ സാധിക്കും. അതിനുള്ള എല്ലാ കഴിവും ഈശ്വരൻ നമുക്ക് നൽകിയിട്ടുണ്ട്. ചിന്തകൾക്ക് അപാരമായ ശേഷിയുണ്ട്, വാക്കുകൾക്ക് അപാരമായ ശേഷിയുണ്ട്, കർമ്മം ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ പേടിക്കണം? നമുക്ക് അതിജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങളും ഇല്ല. സാഹചര്യങ്ങൾ നമ്മളെ ശക്തരാക്കാനായി ഈശ്വരൻ നൽകുന്ന വരദാനമാണെന്ന് ചിന്തിക്കാൻ പഠിക്കുക. ഓക്കെ, അങ്ങനെ മനസ്സിനെ നമുക്ക് മെല്ലെ മെല്ലെ സമാധാനത്തിലും ശാന്തിയിലും എത്തിച്ചതിന് ശേഷം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാൻ സാധിക്കും, പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു അത്ഭുതകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം മാറും. നമുക്ക് വല്ലാത്തൊരു ധൈര്യം കിട്ടും, സന്തോഷം കിട്ടും, സമാധാനം കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു കാര്യത്തിലും നിങ്ങളെ പേടിക്കരുത്. ധൈര്യമായിട്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. പഴയ ഓർമ്മകളെയെല്ലാം വലിച്ചെറിയുക. നല്ല ചിന്തകൾ, ലക്ഷ്യത്തെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. എന്നിട്ട് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. വെളിച്ചമുണ്ട് മുന്നിൽ, പക്ഷേ പാസ്റ്റിലെ ഇരുട്ട് കണ്ണിലിരിക്കുന്നത് കൊണ്ടാണ് നമ്മളത് കാണാത്തത്. ഓക്കെ, സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക. വിജയം നമ്മുടെ കൂടെയുണ്ട്. ധൈര്യമായിട്ട്
കർമ്മം ചെയ്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ലക്ഷ്യബോധത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോയി നോക്കൂ. അത്ഭുതകരമായിട്ട് ഈ ഭൂമിയിൽ വളരെ മനോഹരമായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കും. എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പറയുന്ന വോയിസ് അതിനൊരു ഉദാഹരണമാണ്. നമ്മുടെ ചിന്തകൾ മാറുമ്പോൾ നമ്മൾ തന്നെ മാറും. നമ്മുടെ ചിന്താഗതി മാറുമ്പോൾ ജീവിതവും ഒക്കെ മാറുന്ന അത്ഭുതം നമുക്ക് കാണാൻ സാധിക്കും. ഈ വോയിസ് ഒന്ന് കേട്ട് നോക്കൂ. ഞാനിവിടെ മാമിൻ്റെ പേഴ്സണൽ സിറ്റിംഗ് അറ്റൻഡ് ചെയ്ത ഒരാളാണ്. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു 2 വർഷം മുൻപ് ഒരു റിലേഷൻഷിപ്പിൽ എന്നൊരു ട്രാജഡി എനിക്ക് വന്നിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കയറാനെന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തതെന്ന് പറയുമ്പോൾ കുറേ യൂട്യൂബിൽ നിന്ന് കണ്ടെത്തിയ വഴികൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതായത് ഒരു നമുക്കൊരു നല്ലൊരു റുട്ടീൻ ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ് ഞാൻ. പക്ഷേ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ കേട്ട് കുറച്ച് നാൾ ഒരു കാര്യം ഫോളോ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും അടുത്തത് കേൾക്കുമ്പോൾ അത് നല്ലതാണല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഈ ഒരു കാര്യങ്ങൾ ചെയ്യാൻ മാത്രം നമുക്കൊരു ടൈം ഉണ്ടാവുള്ളൂ. നമ്മുടെ മൈൻഡ് എന്ന് പറയുമ്പോൾ അതൊക്കെ നല്ലതാണ്. പക്ഷേ നമുക്ക് എന്താ പറയുക, ഇതൊക്കെ ഒന്ന് ചെയ്യണം, ഓടിയെത്തിക്കുക എന്നുള്ളൊരു ഇതുള്ളൂ. പക്ഷേ അത് ഒന്ന് റിലാക്സ്ഡായി ചെയ്യാനുള്ള ഒരു മൈൻഡൊന്നും എനിക്കുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ എപ്പോഴും ഈ ഒരു കാര്യം, അതായത് എൻ്റെ ലൈഫിൽ നടന്ന ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുക. പിന്നെ ഒരുപാട് കസിൻസിൻ്റെ അടുത്ത് ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ അവർ എന്തൊക്കെ പറയുന്നത്, കുറച്ച് നേരത്തേക്ക് അങ്ങനെ ആശ്വാസം കണ്ടെത്തി. അങ്ങനെയാണ് ഞാൻ ഞാനിതുപോലെ തന്നെ ഒരുപാട് ടോക്സൊക്കെ കേൾക്കാറുണ്ട് യാത്ര ചെയ്യുമ്പോഴൊക്കെ. അങ്ങനെ ഞാൻ മാമിൻ്റെ ഒരു വീഡിയോ കാണാനിടയായി. അപ്പോൾ ആ മാമിൻ്റെ വീഡിയോ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് മാമിൻ്റെ സൗണ്ട്, അതിൽ ഫീൽ ചെയ്ത സ്നേഹം എന്നെ അതാണ് പിടിച്ചിരുത്തിയത് മാമിൻ്റെ ആ വീഡിയോയിൽ. അപ്പോൾ തന്നെ അത് ഞാൻ സേവ് ചെയ്ത് എപ്പോഴും കേട്ടു തുടങ്ങി. അത് കേൾക്കുമ്പോൾ ഭയങ്കര ആശ്വാസം മാത്രമല്ല, ഞാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നടക്കുമെന്നുള്ളൊരു വിശ്വാസം എനിക്ക് വന്നു തുടങ്ങി. അങ്ങനെയാണ് എനിക്ക് പിന്നീട് മാമിൻ്റെ ഗ്രൂപ്പിൽ ഞാൻ ജോയിൻ ചെയ്തു. അപ്പോൾ എനിക്ക് മാമിൻ്റെ മോർണിംഗ് മെസ്സേജൊക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി എനിക്കൊരു നല്ലൊരു റുട്ടീൻ ക്രിയേറ്റ് ചെയ്യാൻ മാം ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഒരുപാട് പേരോട് നമ്മുടെ സങ്കടം ഷെയർ ചെയ്യുന്നതിന് നല്ലത് ഇങ്ങനെയുള്ള ഒരാളോട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എന്നിലൊരു വിശ്വാസം വന്നല്ലോ. മാമിൻ്റെ സൗണ്ടിലൂടെ എനിക്കൊരു വിശ്വാസം വന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു സങ്കടം നമുക്ക് മാമിനോട് ഷെയർ ചെയ്ത് നമുക്കത് നല്ല രീതിയിൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളൊരു തീരുമാനത്തിന് ഞാൻ എത്തി. അപ്പോൾ ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പേഴ്സണൽ സിറ്റിങ്ങിന് ഇരിക്കുമ്പോൾ ഫസ്റ്റ് ഡേ മാമിനോട് എൻ്റെ മനസ്സിലുള്ള എല്ലാ സങ്കടങ്ങളും ഞാൻ തുറന്നു പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ആശ്വാസമായി. അതുപോലെ തന്നെ മാം പറഞ്ഞ സൊല്യൂഷൻ ഞാൻ ചെയ്തപ്പോഴും അതേ, മനസ്സിന് അത്ര നാളുണ്ടായ ഒരു ഭാരം ഒരുപാട് കുറഞ്ഞ് എന്താ പറയുക, വീണ്ടും ആ ഒരു ഭാരത്തിലേക്ക്, അത്രയും ഭാരം, അതായത് ആദ്യം ഉണ്ടായിരുന്ന ഒരു ഭാരത്തിലേക്ക് വരുന്നില്ല. പിന്നെ അത് മാത്രമല്ല, നമുക്കറിയാലോ നമ്മുടെ ലൈഫിൽ ഒരു പോസിറ്റീവായാലും നെഗറ്റീവായാലും തോട്ട്സ് വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ അപ്പോൾ തന്നെ അതിനെ മാറ്റാനുള്ള വഴിയും അതുപോലെ തന്നെ ആ പോസിറ്റീവ് ആക്കാനുള്ള ഓരോ വഴിയും മാം പറഞ്ഞു തന്നിരുന്നു. അത് തന്നെ ഞാൻ ഫോളോ ചെയ്യുമ്പോൾ എനിക്ക് എന്താ പറയുക, ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്കെൻ്റെ ഞാൻ നടക്കുമോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നില്ല. അങ്ങനെ ഒരു ചിന്ത വരുമ്പോൾ പോലും എനിക്ക് മാം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മ വരും. അത്രയും നമുക്ക് എന്താ പറയുക, നമുക്ക് ലൈഫിൽ നമുക്കൊരു കൃത്യമായ ഒരു വഴിയാണ് കിട്ടിയത്. ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത് എനിക്ക് ഇത്ര നാളെടുത്തുമല്ലോ മാമുമായിട്ട് കണക്ട് ചെയ്യാന്നുള്ളത്. പിന്നെ ഇല്ല, അത് ആലോചിക്കുമ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഇത്ര നാളെടുത്തുമല്ലോ എന്ന് തോന്നും. പക്ഷെ അതൊക്കെ യൂണിവേഴ്സ് തരുന്നൊരു ടൈമാണല്ലോ. യൂണിവേഴ്സ് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ടൈം പറഞ്ഞിട്ടുണ്ട്. ആ ഡിവൈൻ ടൈമിൽ തന്നെയാണ് എല്ലാം സംഭവിക്കാമെന്ന് ഞാൻ പിന്നീട് വിശ്വസിച്ചു തുടങ്ങി. അപ്പോൾ അതാണ്, എന്ത് കാര്യങ്ങൾ നടന്നാലും നമുക്ക് നമ്മുടെ വിശ്വാസം കൊണ്ട് എല്ലാ കാര്യങ്ങളും മാറ്റിയെടുക്കുക എന്നുള്ളതാണ് എനിക്ക് മാമിനോട് സംസാരിച്ചപ്പോൾ എനിക്ക് കൂടുതലും ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര ടെൻഷനൊന്നും എനിക്ക് തോന്നാറില്ല.
ഇപ്പോൾ എന്തെങ്കിലും നെഗറ്റിവിറ്റി തോന്നിയാൽ തന്നെ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നതിലും ഓപ്പോസിറ്റായി സംഭവിച്ചാൽ തന്നെ ഞാൻ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, മാം പറയുന്നൊരു കാര്യം, നമ്മൾ വെയിറ്റ് ചെയ്യുക, അതായത് ക്ഷമയോടുകൂടെ വെയിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ പ്രാക്ടീസസൊക്കെ ചെയ്യുക, നമ്മൾ പ്രാർത്ഥിക്കുക, അതൊക്കെയാണ് നമ്മൾക്ക് ചെയ്യാനുള്ളത്. അത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു വിശ്വാസം വരും. പിന്നെ മാം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, പരിപൂർണ്ണ വിശ്വാസം തന്നെയാണ് എനിക്കുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്തോറും എനിക്ക് എൻ്റെ ലൈഫിൽ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളായാലും പോസിറ്റീവായി സംഭവിക്കുന്നത് എനിക്ക് തോന്നി തുടങ്ങി എന്ന് പറഞ്ഞാൽ, അപ്പോൾ അതെപ്പോഴാണ് എനിക്ക് തോന്നി തുടങ്ങിയത്, എൻ്റെ മൈൻഡ് ഞാനത് പോസിറ്റീവാക്കി വെക്കുന്തോറാണ് ആ പോസിറ്റിവിറ്റി എന്നിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ തോന്നിയത്. അപ്പോൾ അതിന് കാരണക്കാരിയായതെന്ന് പറയുമ്പോൾ മാമാണ്. മാമിനോട് സംസാരിക്കുക, അങ്ങനെ നമ്മൾ കൂടുതലും ഇങ്ങനൊരു സങ്കടം വരുമ്പോൾ കുറേ പുറത്ത് ഷെയർ ചെയ്യുന്നില്ല. ഏറ്റവും നല്ലത് നമുക്ക് പോസിറ്റീവായിട്ടുള്ളൊരു സൊല്യൂഷൻ കിട്ടുന്ന ഒരിടത്ത് ഷെയർ ചെയ്യുമ്പോഴൊരു സമാധാനം, അതുപോലെ തന്നെ നമുക്ക് മുന്നോട്ടേക്കുള്ളൊരു വഴിയും കൂടെ നമുക്കതിൽ നിന്ന് പറഞ്ഞു തരുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാമിനോട് ഒരുപാട് താങ്ക്സ്. ഇപ്പോൾ നമ്മളിപ്പോൾ എന്നും മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ഇപ്പോൾ എനിക്കൊക്കെ ഒരു ദിവസം മെഡിറ്റേഷനൊക്കെ മുടങ്ങിയാൽ തന്നെ എനിക്ക് ഭയങ്കര ഉള്ളിൽ എന്തോ ഒരു പേടിയാണ്, എന്താണെന്നുള്ളത്. അപ്പോൾ മാമിൻ്റെ വോയിസിലൂടെ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്, അങ്ങനെ ഒരു ദിവസം മുടങ്ങിയെന്ന് വെച്ചിട്ട് നമ്മൾ അത്രയും എന്താ പറയുക ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നീട് ആ ഒരു റുട്ടീൻ വീണ്ടും ഫോളോ ചെയ്ത് അങ്ങോട്ട് മുന്നോട്ട് പോകും. അപ്പം എല്ലാത്തിലും നമ്മുടെ വിശ്വാസമാണ്. ആ വിശ്വാസം കൊണ്ട് നമുക്ക് നേടിയെടുക്കാമെന്ന് മാമിലൂടെ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ലൈഫ് പോസിറ്റീവാക്കി, ഈ ഒരു വയസ്സിൽ തന്നെ പോസിറ്റീവാക്കാനുള്ളൊരു മാർഗം യൂണിവേഴ്സായി തന്നതിന് ഒരുപാട് നന്ദി. അതുപോലെ തന്നെ യൂണിവേഴ്സിനോട് ഒരുപാട് നന്ദി. പിന്നെ മാമിനോടും അതെ ഒരുപാട് നന്ദി. എൻ്റെ ലൈഫിൽ വന്ന് എനിക്കൊരു വഴികാട്ടിയായി നിന്നതിന്. അതുമാത്രമല്ല, മാം എപ്പോൾ എന്ത് ചോദിച്ചാലും മാം അതിനുള്ളൊരു സൊല്യൂഷനായിട്ട് എനിക്ക് പറഞ്ഞു തരാറുണ്ട്. അതായത് ഇതിലൂടെ എനിക്ക് കിട്ടിയത് ഒരു ഫ്രണ്ടിനെ കൂടെയാണ്. നമുക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ മാമിൻ്റെ അടുത്ത് പറയാം, മാം അപ്പോൾ തന്നെ അതിനുള്ളൊരു സൊല്യൂഷൻ പറഞ്ഞു തരും. അപ്പോൾ ഒരുപാട്